പഠിക്കുവാനും ഇടയായിത്തീരുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിച്ച് ബലപ്പെടുത്തുമാറാകട്ടെ. തിരുവനന്തപുരത്തുള്ള പ്രിയ ലാലിനോൻ കുഞ്ഞുങ്ങളുമായി നമ്മുടെ മധ്യമുണ്ട്. അതേപോലത്തെ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ദാസിയും കുടുംബമായി അനുഗ്രഹിക്കുവാനായിട്ട് ഇടയായിത്തീരട്ടെ എന്ന് ആത്മാവിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അപ്പോൾ തന്നെ ഹോസ്റ്റലിൽ നിന്നൊക്കെ വന്ന ചില കുഞ്ഞുങ്ങൾ നമ്മുടെ പ്രിയ പിസ നമ്മുടെ അതിൽ ആയിരിക്കുന്നു. അവരെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ICPF ക്യാമ്പിന് വേണ്ടി നമ്മുടെ ചില കുഞ്ഞുങ്ങൾ ഏകദേശം 8ഓളം കുഞ്ഞുങ്ങൾ പോയി ആ ക്യാമ്പ് അറ്റൻഡ് ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നു. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങൾ നന്നായിട്ട് സാക്ഷ്യം പറയണം ക്യാമ്പിനെ കുറിച്ച്. ഓക്കെ, നിങ്ങളുടെ ആ ഉത്സാഹത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരെയും ദൈവം ഇന്ന് പകൽ അനുഗ്രഹിക്കുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം സഹായിക്കുവാനായിട്ട് ഇടയായിത്തീരട്ടെ. മാത്രമല്ല നമ്മുടെ മോനിമ ചില മാസങ്ങൾ വിദേശത്ത് മകനോടൊപ്പം ആയിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങൾ കടന്നു വരുവാനും ഇന്ന് ഈ മീറ്റിംഗിൽ സംബന്ധിക്കുവാനും ഇടയായിത്തീരുന്നു. ദാസിയെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് ഈ കൂട്ടായ്മ നൽകിയ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് പല പ്രോഗ്രാമുകൾ ഇവിടെ നടക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് സൺഡേ സ്കൂൾ മാറ്റിവെച്ച് മീറ്റിംഗ് 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. കാര്യങ്ങളെല്ലാം കൃത്യമായി അവസാനിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും അതിന് ആവശ്യവും ഉണ്ട്. അത് ഞാൻ ആവശ്യപ്പെടുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ ഈ മീറ്റിംഗ് ആരാധന മാക്സിമം ഒരു 11 മണിക്കൂറിൽ തന്നെ തീർക്കണമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ സഭയുടെ പൊതുയോഗം ആയിരിക്കും. പൊതുയോഗം കഴിഞ്ഞ അനന്തരം ഉടൻ തന്നെ നമ്മൾ CA സൺഡേ സ്കൂൾ WMCയുടെ വാർഷിക മീറ്റിംഗ് ആനിവേഴ്സറിയായി നടത്തുവാനായിട്ടും ഇടയായിത്തീരും. സമ്മാനദാനങ്ങൾ ഇവിടെ ഉണ്ട്, സെക്ഷനിലുണ്ട്, സഭയുടേതായിട്ടുള്ളതുണ്ട്. അത് വിതരണം ചെയ്ത് എല്ലാവർക്കും ആഹാരം ഇവിടെ ചെയ്തിട്ടുണ്ട്, ക്രമീകരിച്ചിട്ടുണ്ട്. അതും ഭക്ഷിച്ച് സന്തോഷത്തോടെ നമുക്ക് ദൈവം മടങ്ങി പോകുവാനായിട്ട് ഇടയായിത്തീരണം എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. നിങ്ങളെ എല്ലാവരെയും അതിനായി ഞാൻ ദൈവം ഉത്സാഹിപ്പിക്കുന്നു. നമ്മളെല്ലാവരുടെയും സഹകരണം അതിലുണ്ടെങ്കിൽ മാത്രമേ അതിനെ നമുക്ക് വിജയിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരുകയുള്ളൂ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയാണ്. ദൈവം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. സ്നാനപ്പെടാൻ വേണ്ടിയുള്ള കുഞ്ഞുങ്ങൾ അതിനുവേണ്ടിയുള്ള തീരുമാനങ്ങൾ എടുത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് നിങ്ങൾ അത് ഇവിടെ എന്തെങ്കിലും പരസ്യമായിട്ട് അത് നിങ്ങൾ പറയണം. സ്നാനപ്പെടാനുള്ള കുഞ്ഞുങ്ങൾ പരസ്യമായിട്ട് എന്ത് ചെയ്യണം. ഞാൻ ഇന്നലെ കഴിഞ്ഞ ആഴ്ചയിൽ 13 വയസ്സ് മുതലാണ് ഞാൻ പറഞ്ഞത്. അത് ചില കുഞ്ഞുങ്ങൾ എൻ്റെ പുറകിൽ നടന്നെത്തിക്കുക സ്നാനപ്പെടണം ഭാഷയെന്ന് പറഞ്ഞ് എൻ്റെ അവർ സഹോദരന്മാരൊക്കെ ഒരുമിച്ച് കൂടി അവർക്ക് സ്നാനപ്പെടണം എന്നുള്ള ചില ചിന്തകൾ മാതാപിതാക്കളും പങ്കിട്ടു, കുഞ്ഞുങ്ങളും അങ്ങനെ പങ്കിട്ടതുകൊണ്ട് എന്താണ് അതിൽ 12 വയസ്സ് വരെ എന്ത് ചെയ്യാം. 1 വയസ്സ് വരെ ഞാനൊന്ന് താഴോട്ട് പഠിക്കുകയാണ്. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ബുദ്ധിയിലും ജ്ഞാനത്തിലും ദൈവകൃപയിലും ഒക്കെ എന്താണ് മുമ്പോട്ട് നിൽക്കുവാനും ദൈവത്തിൻ്റെ കൃപയിൽ ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ ചിന്തിക്കുന്ന അറിവല്ല നമ്മുടെ കുഞ്ഞുങ്ങളുടെ അറിവ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ അറിവ് ആത്മീക വിഷയത്തിൽ ചിലപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അറിവ് വളരെ കുറവായിരിക്കും. കാരണം അവർ സൺഡേ സ്കൂളിന് വേണ്ടിയുള്ള മറ്റു പ്രാധാന്യം നമ്മൾ അവർക്ക് എന്ത് ചെയ്യാറുണ്ട്, കൊടുക്കാറുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സൺഡേ സ്കൂളിന് വേണ്ടി ഒരാഴ്ച വന്നില്ലെങ്കിലും 2 ആഴ്ച വന്നില്ലെങ്കിലും 3 ആഴ്ച വന്നില്ലെങ്കിലും ആരും അങ്ങനെ എന്ത് ചെയ്യാറില്ല, അങ്ങനെ ശ്രദ്ധിക്കാറില്ല. മാക്സിമം അരമണിക്കൂറാണ് ഒരു മാസത്തിൽ ഒരാഴ്ചയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്. കുഞ്ഞുങ്ങൾക്ക് വചനം പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം 1/4 മണിക്കൂറാണ് അവർക്ക് കൊടുക്കുവാനായിട്ട്. അതിൽ കൂടെ നമ്മൾ കൊടുക്കാനെന്നില്ല. വീട്ടിലാണെങ്കിലും അങ്ങനെ അതേ ചിട്ടയോടെ വളർത്തിക്കൊണ്ട് വരുന്നവരില്ല. നേരെ ശനിയാഴ്ച വൈകിട്ട് വചനം പഠിക്കണമെന്ന് പറഞ്ഞാൽ എത്ര പേരും ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 1 മണിക്കൂർ നിങ്ങൾ പാഠഭാഗങ്ങളും മനഃപാഠ ഭാഗങ്ങളൊക്കെ കാണാതെ പഠിക്കാൻ 1 മണിക്കൂർ ശനിയാഴ്ച ദിവസം വൈകിട്ട് യൂസ് ചെയ്യാൻ എത്ര പേർ യൂസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. എങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവകൃപയിൽ വളരണം, വിശുദ്ധാത്മാവിൽ അവരെ വളരണം. ഇവിടെ പറയപ്പെടുന്ന മെസ്സേജുകളും ഇവിടെ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. നിങ്ങളത് ശ്രദ്ധിച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ട് നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചാൽ അത് എന്ത് ചെയ്യണം, നിങ്ങൾ പറയാൻ നിങ്ങൾ സന്നദ്ധനായിരിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നടക്കും, ശ്രദ്ധിച്ചാൽ നടക്കും. അതല്ലെങ്കിൽ എന്ത് ചെയ്തില്ല, ഒരിക്കലും നടക്കില്ല. അതുകൊണ്ട് എല്ലാ കാര്യത്തിലും
ഉത്സാഹം കുഞ്ഞുങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം. കുഞ്ഞുങ്ങളെ പ്രചോദിപ്പിക്കുവാൻ വേണ്ടി മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നും അതെന്ത് ചെയ്യണം, നന്നായിട്ട് ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീരണം. ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു. നിങ്ങളൊക്കെ ഞങ്ങളൊക്കെ സൺഡേ സ്കൂളിൽ പോകുന്നില്ലെങ്കിൽ അന്ന് വീട്ടിൽ ഉച്ചയ്ക്കെന്തില്ല, ഭക്ഷണമില്ല. കറക്റ്റ് അന്ന് ഭക്ഷണമില്ല. ഭക്ഷണം ഇല്ല എന്നല്ല, നല്ല പോരിനെ അടി എന്ത് ചെയ്യും കേട്ടോ, പോരിനെ അടി ഞാൻ കൊണ്ടിട്ടുണ്ട്. സൺഡേ സ്കൂളിൽ പോകാത്തതിന് നല്ല നല്ല വേളനെ അടി കിട്ടിയിട്ടുണ്ട്. സൺഡേ സ്കൂളില് എൻ്റെ വീട്ടിൽ സൺഡേ സ്കൂളിൽ പോകാൻ ഇവിടുന്ന് അപ്പുറത്ത് പോകുന്നത് പോലെ ഉള്ളു, ഇവിടുന്ന് അപ്പുറത്ത് പോകുന്നത് പോലെ ഉള്ളു, ആ വീട്ടിൽ പോകുന്നത് പോലെ ഉള്ളു. എന്നിട്ട് ഞാൻ പോകാതെ ഇരുന്നിട്ട് എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ സൺഡേ സ്കൂൾ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്താണ്, ഇവിടെ ഇറങ്ങി പോയാൽ എന്നിട്ട് ഞാൻ ഉഴപ്പിയല്ലേ എന്നെ എന്ത് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാരണങ്ങളാണ്. പക്ഷെ ഇന്ന് അങ്ങനെയൊന്നും ഒന്നുമില്ല, അങ്ങനെയൊന്നും ഇല്ല. ഉണ്ടെങ്കിൽ എന്തില്ല, മാതാപിതാക്കളും പാസ്റ്ററും ഒക്കെ പറയാൻ ഓരോ ന്യായങ്ങൾ അവർ കണ്ടുപിടിച്ച് വെച്ചേക്കും. ഇല്ല പ്രശ്നമായിരുന്നു പാസ്റ്റർ എന്ന് പറഞ്ഞ് പിന്നെ ഒന്നും പറയാനും പറ്റുന്നില്ല. പോകട്ടെ. 43-ാം സങ്കീർത്തനം. ഹല്ലേലൂയ, സ്തോത്രം. മനോഹരമായ ഒരു സംഗീതം. അത് ഹെഡിങ്ങോ അത് ആര് എഴുതിയെന്നോ എന്ന് വ്യക്തമായി നമുക്ക് എന്ത് ചെയ്യുന്നില്ല. പക്ഷേ ബാലകപുത്രന്മാരുടെ മുകളിലത്തെ സങ്കീർത്തനത്തിൻ്റെ എന്നാ ബാക്കി ഫോളോ ചെയ്താണ് 43-ാം സങ്കീർത്തനോട് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ രണ്ടാം വാക്യം മൂന്നാം വാക്യം ഒന്ന് വായിക്കാം. അടുത്തത് അടുത്ത ഇവിടെ വേറെ വായിച്ച മൂന്നാം വാക്യം. മതി. ശ്രദ്ധിക്കൂ, ഒന്നാമത്തെ കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നീ എന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നത് എന്ത്? ശത്രുവിന്റെ ഉപദ്രവം ഹേതുവായി ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടി വരുന്നതും എന്ത്? നീ എന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നു, ശത്രുവിന്റെ ഉപദ്രവം ഹേതുവായി ദുഃഖിച്ച് നടക്കേണ്ടി വരുന്നതും എന്ത് എന്ന് രണ്ട് ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ആലൊരു സംഗീതക്കാരൻ മുമ്പോട്ട് വരുന്നത്. നീ എന്നെ തള്ളിക്കളഞ്ഞു, അല്ല, ശത്രുവിന്റെ ഉപദ്രവ ഹേതുവായി ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടി വരുന്നു. അപ്പൊ ദൈവത്തിൽ ആശ്രയം വെച്ച് നിൽക്കുന്ന ദൈവത്തിന്റെ ഭക്തൻ ദൈവത്താൽ കൈവിടപ്പെട്ടു പോയെങ്കിൽ പിന്നെ ഒരിക്കലും എന്തില്ല. ഇത് ബോധ്യമായ സംഗീതക്കാരൻ പറയാണ്, ഇല്ല, എന്നെ എന്ത് ചെയ്യണം, എന്നെ വീണ്ടും നിങ്ങളിലേക്ക് കൊണ്ടുവരണം, എന്നെ വീണ്ടും നിങ്ങളിലേക്ക് അടുപ്പിക്കുവാനായി തീരണം. ശത്രുക്കൾ ഹേതുവായി ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടി വരുന്ന ഒരു സ്ഥിതി എന്റെ ജീവിതത്തിനകത്തുണ്ട്. പക്ഷെ അതിനൊരു മാറ്റം എനിക്ക് ആവശ്യമാണ്. അതിന് നിന്റെ പ്രകാശവും നിന്റെ സത്യവും എനിക്ക് അയച്ചു തരണമേ. ദുഃഖിച്ച് നടക്കേണ്ടി വരുമ്പോൾ, ദൈവം കൈവിടപ്പെട്ടു പോയി മറന്നിരിക്കുന്നുവെന്ന് ചിന്ത നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ, ദൈവത്തോട് ഭക്തൻ ചോദിക്കേണ്ട ചോദ്യമാണ്, കർത്താവേ, നിന്റെ പ്രകാശവും നിന്റെ സത്യവും എന്റെ മേൽ അയച്ചു തരണമേ. നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ, കർത്താവേ നിന്റെ സത്യം എന്റെ മേലൊന്ന് അയക്കണമേ, നിന്റെ പ്രകാശം എന്റെ മേൽ അയക്കണം. നമ്മൾ പ്രാർത്ഥിച്ചു, നിന്റെ സത്യവും നിന്റെ പ്രകാശവും നിന്റെ വെളിച്ചത്താലും എന്നെ ഒന്ന് നിറയ്ക്കുമാറാകണമേ. ആ പ്രകാശത്തിലൂടെ നടക്കാം, ആ സത്യത്തിലൂടെ നടക്കാം. ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് കൃപ നൽകണമേ, എനിക്ക് ശക്തി നൽകണമേ എന്ന് ദൈവത്തിലേക്ക് അടുത്ത് വരുക ഇന്ന് പകൽ എത്ര പേർക്ക് കഴിയുമെന്ന് നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് അതിനെ എന്ത് ചെയ്യണം, ഒന്ന് ഏൽപ്പിക്കുവാൻ, ഒന്ന് സമർപ്പിക്കുവാനായിട്ട് ഇടയുണ്ട്. നിന്റെ സത്യത്തിലേക്ക്, നിന്റെ വഴിയിലേക്ക്, നിന്റെ കൃപയിലേക്ക് എനിക്കൊന്ന് അടുത്ത് വരണം. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? ഇന്ന് ഇവിടെ ഇരിക്കേണ്ട എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? നീ എന്നെ വിട്ട് അകന്നിരിക്കുന്നതുണ്ട്, ശത്രുക്കൾ പെരുകിയിരിക്കുന്നോ, അതിനെ തള്ളിക്കളഞ്ഞിരിക്കുന്നതുണ്ട്, ശത്രുവിന്റെ ഉപദ്രവ ഹേതുവായി ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടി വരുന്നതുമെന്ന് കർത്താവേ, അവിടുന്ന് എനിക്ക് ചിലത് അയച്ചു തരണം. എന്താണ് അയക്കുക എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്? എന്താ? കത്തയക്കുക, മെസ്സേജ് അയക്കുക. അതേപോലെ സ്വർഗത്തിൽ നിന്ന് എനിക്ക് വെളിച്ചം അയച്ചു തരണം, എനിക്ക്
സത്യം അയച്ചു തരണം. അവിടുത്തെ ഹിതം, അവിടുത്തെ സത്യം, അവിടുത്തെ ഇഷ്ടം എനിക്ക് അയച്ചു തരണം. ദൈവത്തിന്റെ ദൂതന്മാരാ, ദൈവത്തിന്റെ വചനത്താ, ദൈവത്തിന്റെ ശക്തിയാ അവ എനിക്ക് അയച്ചു തരണമേ. അവ എന്നെ നടത്തുമാറാകട്ടെ. അപ്പൊ ഇവിടെ ആ ബ്ലോക്കായി നിൽക്കുകയാണ്, ഇവിടെ എല്ലാം സകലം ബ്ലോക്കായി നിൽക്കുകയാണ്. ആളുകൾ ഒന്നും മുമ്പോട്ട് പോകുവാൻ കഴിയാതെ പ്രതിസന്ധി നിൽക്കുകയാണ്, നടക്കുവാൻ കഴിയാതെ നിൽക്കുകയാണ്, സ്തംഭിച്ചു നിൽക്കുകയാണ്. ഇന്ന് പകൽ ആത്മീക ജീവിതത്തിൽ നാം സ്തംഭിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ, ആളുകൾ നാം ബ്ലോക്കായി നിന്നിട്ടുണ്ടെങ്കിൽ കർത്താവിനോട് പറ, കർത്താവേ എനിക്ക് മുൻപോട്ട് പോകേണ്ടതില്ല, നിന്റെ വെളിച്ചം ആവശ്യമാണ്, അവിടുത്തെ സത്യം ആവശ്യമാണ്, അവിടുത്തെ കൃപ ആവശ്യമാണ്. അതെനിക്കൊന്ന് അയച്ചു തരുമോ? ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവത്തിന് അയക്കാൻ പറ്റുമല്ലേ? ദൈവത്തിന് അയക്കാൻ പറ്റുമല്ലേ? ദൈവത്തിന് വചനം അയക്കാൻ പറ്റും. ഹല്ലേലൂയ. ദൈവത്തിന്റെ മെസ്സേജ് നമുക്ക് അയച്ചു നൽകാൻ പറ്റുമോ? ഹല്ലേലൂയ. ദൈവത്തിന്റെ ദൂതന്മാരെ നമ്മുടെ അടുക്കലേക്ക് അയക്കുവാൻ പറ്റുമോ? ദൈവദാസന്മാരെ നമ്മുടെ അടുക്കലേക്ക് അയക്കുവാൻ പറ്റുമോ? ഹല്ലേലൂയ. വിശുദ്ധന്മാരെ നമ്മുടെ അടുക്കലേക്ക് അയക്കുവാൻ പറ്റുമോ? സ്തോത്രം. ദൈവത്തിന് നമ്മുടെ അടുക്കലേക്ക് ചിലത് അയക്കാൻ പറ്റും. വിശ്വസിക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. കർത്താവേ എനിക്ക് ദൈവത്തിന്റെ കൃപ അയച്ചു തരണം, എനിക്ക് ദൈവത്തിന്റെ സ്നേഹം ഒന്ന് അയച്ചു തരണം, എനിക്ക് ദൈവത്തിന്റെ വെളിച്ചം ഒന്ന് അയച്ചു തരണം. ഞാൻ ഇരുളിലായിട്ട് തപ്പി നിൽക്കുകയാണ്, എങ്ങോട്ട് പോകണമെന്ന് എനിക്കറിയില്ല, അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാണ് എനിക്കറിയില്ല. പക്ഷെ എന്നെ ഹല്ലേലൂയ എനിക്ക് എന്നെ നടത്തേണ്ടതിന്, എന്നെ മുൻപോട്ട് യാത്ര ചെയ്യേണ്ടതിന് എനിക്കത് ആവശ്യമാണ്. ഇനി എങ്ങോട്ട് നടക്കണ്ടേ? നിന്റെ വിശുദ്ധ പർവ്വതത്തിലേക്കും തിരുനിവാസത്തിലേക്കും അവയെന്നെ എത്തിക്കുവാനാകട്ടെ. ആ വാക്യം എന്നെ ഭയങ്കരമായിട്ട് ചലഞ്ച് ചെയ്ത വാക്യമാണ്. എന്നെ എത്തിക്കേണ്ടത് എങ്ങോട്ടാ? വിശുദ്ധ പർവ്വതത്തിലേക്കും തിരുനിവാസത്തിലേക്കും അവയെന്നെ എത്തിക്കുവാനാകട്ടെ. എന്നെ വിദേശത്ത് എത്തിക്കണമേ എന്നല്ല, എന്നെ അമേരിക്കയിൽ എത്തിക്കണമേ എന്നല്ല, എന്നെ യൂറോപ്പിൽ എത്തിക്കാൻ വേണ്ടിയല്ല. ഹല്ലേലൂയ. സ്തോത്രം. മഞ്ഞ് വീഴുന്ന രാജ്യത്തിൽ എന്നെ എത്തിക്കണമേ എന്നല്ല പറഞ്ഞത്. എത്തിക്കേണ്ടത് ദൈവത്തിന്റെ വിശുദ്ധ പർവ്വതത്തിൽ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് പ്രകാശവും ഈ ലോകത്തിലെ നന്മ പ്രാപിക്കേണ്ടതിനല്ല, ഈ ലോകത്തിലെ മഞ്ഞ് വീഴുന്ന സ്ഥലത്ത് പോകേണ്ടതിനല്ല, രാജ്യത്തിൽ പോകുന്നതിനേക്കാൾ ഈ ലോകത്തിൽ എവിടെയൊക്കെ സഞ്ചരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്ക് പോകാൻ കഴിഞ്ഞില്ലെങ്കിലോ, ഞാൻ ആഗ്രഹിച്ച പലയിടങ്ങളിലും എനിക്ക് സഞ്ചരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ, എന്നെ കൈക്കൊള്ളണമേ, അവിടേക്ക് എനിക്ക് പ്രവേശനം നൽകണമേ. ഹല്ലേലൂയ. മഹത്വം, മഹത്വം, മഹത്വം. നടത്തുമാറാകണമേ. ഓരിബേ സഖബാരി ബലാ ശബലാരി ബനാരി ബലാ തേരേ സഖബേരെ ബൈശബ. ഹല്ലേലൂയ. ഓരി ബലാരി 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 ബലാ ശബലേ ആബേ 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 ശബലേ അംബേ ബലേ അംബേ ബലേ അംബേ ഓ ഖബാ ദിഗാ ദിബാ ദിബാ ദിബേ ഐബേലാ ദിബേലേ രൈബേ ഉലബാരി ബലാ ദിബാലാ ദിബലേ ഓ ദിബേ നബോ ദബാ ദിഗാ ശബേ അപരാര പാരി പലാര പാരി പലാരബേ ദിബലേ ശബലേ നബ്ദേ നബേ ഓ ഖബാ ദലാ നംസേ നബേ ലൗരാ രാബി യാസിബേ യാസിബേ യാസിബേ. ഹല്ലേലൂയ. ശകബാരം പറയാൻ കഴിയണം, മറ്റേതിനേക്കാൾ കൂടുതലായി, മറ്റേതിനേക്കാൾ കൂടുതലായി ഹല്ലേലൂയ. അവിടെ എത്താൻ എന്റെ ഹൃദയം വെമ്പൽ കൊള്ളുന്നു, അവിടെ എത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് വേണം കർത്താവേ, അത് സ്വർഗത്തിൽ എനിക്ക് അയച്ചു തരണമേ, അതിന്റെ സത്യം എനിക്ക് അയച്ചു തരണമേ, അതിന്റെ പ്രകാശം എനിക്ക് അയച്ചു നൽകണമേ, അത് ദൈവത്തിന്റെ കൃപയാൽ എനിക്ക് അയച്ചു
സ്വർഗീയ പൗരത്വം ആവശ്യമുണ്ട്. അതെനിക്ക് അയച്ചു തരണമേ. അതിന് സ്വർഗത്തിലെ വിസ ആവശ്യമുണ്ട്. കർത്താവെ, അതെനിക്ക് വേണം കർത്താവെ, അതെനിക്ക് വേണം കർത്താവെ, അത് അങ്ങ് എനിക്ക് അയച്ചു തരണമേ. സ്വർഗ അയച്ചിട്ടുണ്ട്. അവിടേക്ക് പ്രവേശിക്കാനുള്ള വിസ ദൈവം നമുക്ക് അയച്ചു തരും. അവിടേക്ക് പ്രവേശിക്കാനുള്ള വിസ ദൈവം നമുക്ക് അയച്ചു തരും. വിശ്വസിക്കുന്നവർക്കായി ഏറ്റവും മനോഹരമാണ്. അത് നമ്മുടെ ഇച്ഛയും ആഗ്രഹവുമായി തീരുക. അത് നമ്മുടെ ഏറ്റവും വലിയ അഭിലാഷമായി മാറുക. അതാണ് സംഗീതക്കാരുടെ ഹൃദയത്തിന് ഏറ്റവും വലിയ ആഗ്രഹം. അതിനായി ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് കൃപ ശക്തി നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് വാക്കുകളെ ഞാൻ ഇവിടെ വിരമിക്കുന്നു. തുടർന്ന് അല്ല കുഞ്ഞുങ്ങൾ പഠിക്കാൻ കഴിയും. ഈ സമയത്ത് നിങ്ങളുടെ സ്നാനപ്പെടാൻ ആഗ്രഹിക്കുന്നവർ